ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു പെട്ടീന്റെ മേലെ ഇരിക്കുന്നേന്ന്. കുറെ ദിവസമായി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. കുറെ കാലമായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതെന്താ സാധനം എന്ന് നമുക്ക് കാണാം. ഈ സാധനം അൺബോക്സ് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പൊ നമുക്ക് പൊട്ടിച്ചാലോ? ഞാൻ വിചാരിച്ചു ഞാൻ പൊട്ടിക്കുമ്പോ നിങ്ങളെയും കൂടി കൂട്ടാന്ന്. അപ്പൊ ഇതെന്താ സാധനം എന്നും ഞാൻ ഇത് എവിടുന്നാ വാങ്ങിയതെന്നും ഇതിന് എത്ര രൂപയായെന്നും ഒക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഒരു ഡാമേജ് ഒന്നും ഇല്ലാണ്ട് കിട്ടിയാ മതിയായിരുന്നു. ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കല്ലേ. ഈ ഒരു സാധനത്തിനാണ് ഇത്രയും വലിയ പെട്ടി. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താ സാധനം എന്നുള്ളത്. യെസ്, ദിസ് ഈസ് അപ്പൊ ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യെസ്, പിജിയന്റെ എയർ ഫ്രയർ ആണ്. ഞാൻ കുറേ ആയി ഇത് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. ആക്ച്വലി കുറെ എന്ന് പറഞ്ഞാൽ വളരെ കുറെ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. അതായത് നമ്മൾ ഓവൻ കുറച്ച് പണി മുടക്കിയിട്ട് കുറച്ച് കാലമായി. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു ഓവൻ വേണ്ട, അതിന് പകരം ഒരു എയർ ഫ്രയർ വാങ്ങാന്നായിരുന്നു പ്ലാൻ ഉണ്ടായത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ എടുത്ത് ഏത് ബ്രാൻഡ് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കാലം അതിനെപ്പറ്റി എന്താ പറയാ, ഫിലിപ്സ് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേണോ അല്ലെങ്കിൽ പിജിയനെ വേണോ. അപ്പൊ പിജിയനെ പറ്റി നല്ല റിവ്യൂ കിട്ടി, പ്രത്യേകിച്ച് ഈ ഗ്രീൻ കളറിനെ പറ്റിയിട്ട്. അപ്പൊ അങ്ങനെ ഗ്രീൻ കളറിനെ പറ്റി റിവ്യൂ കിട്ടിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ സെയില് വരുമല്ലോ ഓൺലൈനില്, അപ്പൊ ആ ഒരു ടൈം വാങ്ങാന്നുള്ളൊരു പ്ലാനിൽ നിന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഇത് വാങ്ങിയിട്ടുള്ളത്. ഞാൻ സെയിലാ വാങ്ങിയത്. ഏത് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയെന്നും ഇതിന് എത്ര രൂപയായി എന്നൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെ പറയാം. അപ്പൊ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഒറിജിനൽ റേറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6K അടുത്തിട്ടായിരുന്നു. അപ്പൊ എനിക്കത് കുറച്ച് അഫോർഡബിൾ അല്ലാന്ന് തോന്നി. കാരണം ഈ ഒരു എയർ ഫ്രയറിന് അത്രയും റേറ്റ് വേണമെന്ന് ഞാൻ കുറച്ച് തിങ്ക് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സെയില് വരുന്ന ടൈം വാങ്ങാന്ന് വെച്ചിട്ടാ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് സെയിൽ ഉണ്ടായിരുന്നു ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും ഒക്കെ. അപ്പൊ ആമസോണിലൊക്കെ നല്ലൊരു ഓഫറിൽ ഉണ്ടായിരുന്നു. ഇത് 3K അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈം എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതിലും കുറയായിരിക്കും വെയിറ്റ് ചെയ്തിരുന്നു. ഒരു 2.5 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാവും. അപ്പൊ നോക്കി ഇരുന്നപ്പോ സത്യം പറഞ്ഞാൽ 2.5 എത്തിയില്ല. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുക ചെയ്തത്. ബാക്കി കഥ നമുക്ക് ഓപ്പൺ ചെയ്തോണ്ട് പറയാം. ആക്ച്വലി നിങ്ങൾ കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇതിന്റെ ബില്ലാണ്. നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പാക്കിംഗ് ആ കാണുന്നത്. ഒന്നും ഡാമേജ് പറ്റിയിട്ടുണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാ നമ്മളെ സാധനം ഇവിടെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവറൊക്കെ മാറ്റിയിട്ട്, നല്ല രസമില്ല ഈ ഒരു കളർ കാണാൻ. ഞാൻ ബ്ലാക്ക് വാങ്ങണം എന്നായിരുന്നു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായത്. ഇപ്പൊ ബ്ലാക്കിനെക്കാട്ടും എനിക്ക് ഇഷ്ടമായതും നല്ലൊരു റിവ്യൂ ഉണ്ടായതും ഈ ഒരു കളറിന് കേട്ടോ. ഈ ഒരു ഡാർക്ക് ഗ്രീൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് 4 ലിറ്റേഴ്സിന്റെ കപ്പാസിറ്റി ആണ് ഇതിനുള്ളത്. ഇതിന്റെ യൂസർ മാനുവൽ ഒന്നും കണ്ടില്ലല്ലോ. വാവ്, നൈസ്. ഇതിന്റെ വാറണ്ടി കാർഡ് ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ. ഞാനിത് മാനുവൽ അല്ല കേട്ടോ വാങ്ങിയത്. ഇത് ഫുൾ ഓട്ടോമാറ്റിക് തന്നെയാ വാങ്ങിയത്. അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് ജാസ്തി. ഇത് 4 ലിറ്ററിന്റെ കപ്പാസിറ്റി ആണ് ഇതിനുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് ഓൺ ചെയ്ത് നോക്കണം. അപ്പൊ ഓൺ ചെയ്യുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം, ഞാൻ ഇത് എത്ര രൂപക്കാ വാങ്ങിച്ചത്, ഏത് ആപ്പിൽ നിന്നാ വാങ്ങിച്ചതെന്നല്ലേ. ഞാനിത് വാങ്ങിച്ചത് മിന്ത്രന്നാ കേട്ടോ. കാരണം ആമസോണും ഫ്ലിപ്കാർട്ടും കുറെ ഞാൻ വെയിറ്റ് ചെയ്തു. ബട്ട് 3.5 അതിന്ന് താഴ്ന്നേ ഉണ്ടായിട്ടില്ല.
പിന്നെ മിന്ത്രയിൽ എനിക്കൊരു കൂപ്പണും കൂടി ഉണ്ടായതുകൊണ്ട് എനിക്കിത് 2.5K ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു റേറ്റ് നല്ലൊരു എഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയി തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. എന്റെ ഈ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, എനിക്ക് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചത് ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. അപ്പൊ എന്റെ ബഡ്ജറ്റും എന്റെ ഒരു രീതിയിലും ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇനി ഇതെങ്ങനെയാ നമുക്ക് പ്രവർത്തിക്കുന്നതെന്നുള്ള രീതിയും നോക്കിക്കളയാം. ഇനി നമുക്കിത് ഒന്ന് കുത്തി നോക്കിയിട്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഞാനിതാ കിച്ചണിൽ ഇന്നൊരു പൊസിഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ലൈറ്റിന്റെ എന്താ പറയാ അധികം ലൈറ്റ് ഉള്ളത് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. അപ്പൊ ഇനി നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഈ അങ്ങനെ ഉദ്ഘാടനം ഞാൻ ചെയ്തിട്ടാണുള്ളത്. ഓൺ വന്നു. ഈ ഒരു ഇതും കൂടി പറിക്കാൻ തോന്നുന്നു അല്ലെ, ഇതിന്റെ ആവശ്യം ശരിക്കും ഇല്ല. വെറുതെ അത് ഹീറ്റാകുമ്പം പ്രശ്നമുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഇതും കൂടി പറിച്ചെടുക്കാം. ഓ വാവ്, ഓൺ ചെയ്യാൻ പോവാണ്. ഓ ഇതിൻ്റെ അകത്ത് എല്ലാ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. മീറ്റ് കുക്ക് ചെയ്യാനുള്ളതും വെജീസ് കുക്ക് ചെയ്യാനുള്ളതും ഫ്രൈസ് കുക്ക് ചെയ്യാനുള്ളതും അതേപോലെ ബേക്ക് ചെയ്യാനുള്ള ടൈമിങ്ങിന്റെ എല്ലാത്തിന്റെ ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. നമ്മൾ സാധനം വെച്ചിട്ട് ആ മെനു മാത്രം അമർത്തിയാൽ മതി. വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇനി ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ടൈം വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. എങ്ങനെയുണ്ടായിരുന്നു എന്റെ എയർ ഫ്രയറിന്റെ അൺബോക്സിംഗ് വീഡിയോ എന്നുള്ള കാര്യം പറയണേ നിങ്ങള്. ഓഫ് ചെയ്യാം. ഹായ്, അപ്പൊ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.